ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു ഷേക്ക് ഉണ്ടാക്കിയാലോ? നാട്ടിലൊക്കെ വലിയ ചൂടൊക്കെ അല്ലേ, അപ്പോൾ അതിനൊരു ഷേക്ക് ഉണ്ടാക്കാം നമുക്ക്. അതിനായിട്ട് ഞാൻ ബനാന ഷേക്കാണ് ഉണ്ടാക്കുന്നത്, ബനാന ആപ്പിളും കൂടെ ചേർന്നുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് അതിന് മിൽക്കാണ് വേണ്ടത്. മിൽക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്ചറൈസ്ഡ് മിൽക്കാണെങ്കിൽ അത് പിന്നെ നമുക്ക് തിളപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് നല്ലോണം കോൾഡായിട്ടിരിക്കുക, ഫ്രിഡ്ജ് വെച്ച് നല്ലോണം തണുപ്പിച്ച മിൽക്കാണ്, പാസ്ചറൈസ്ഡ് മിൽക്കാണ് ഇത്. അതുകൊണ്ട് ഇനി നിങ്ങൾ നാട്ടിലെ സാധാരണ വീട്ടുകളിൽ നിന്നൊക്കെ മേടിക്കുന്ന പാലാണെങ്കിൽ അത് നന്നായിട്ട് തണുപ്പിച്ചിട്ടേ ഉപയോഗിക്കാവുള്ളൂ. ഇതിപ്പോൾ ഞാൻ 1 കപ്പ് പാലൊഴിച്ചു. ഞാനിപ്പോൾ ഒരു 1.5 കപ്പ് പാലാണ് ഒഴിക്കുന്നത്. എന്നിട്ട് അതിലേക്ക് പഴം, ഒരു പഴമാണ്, ഇതേലെ ഒരു പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇവിടെ കിട്ടുന്ന ഇതേലെ ഒരു പഴം. പിന്നെ ആപ്പിൾ എടുത്തിരിക്കുന്നത് ഇതുപോലെ ഒരാപ്പിൾ. ആ പഴം ഞാൻ ഇതിനെ മുറിച്ച് വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇട്ടു. പിന്നെ ഒരാപ്പിൾ അത് ഞാൻ ഇതിലേക്ക് ഇട്ടു. പിന്നെ 4 ഡേറ്റ്സാണ്, അത് കുരുവൊക്കെ കളഞ്ഞതാണ്. പിന്നെ 6 കാഷ്യൂനട്ട്, അത് ഞാൻ വെള്ളത്തിൽ കുറച്ച് നേരം കുതിർത്തതാണ്. ഇത്രയും ചേർത്താണ് ഞാൻ ഷേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് നല്ലതുപോലെ നമുക്കൊന്ന് അടിച്ചിട്ടെടുക്കാം. നമ്മുടെ ബനാന ഷേക്ക് റെഡിയായി. ഇനി നമുക്കത് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഞാൻ ഗാർണിഷ് ചെയ്യാനായിട്ട് അല്പം പിസ്തയാണ് ഇട്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റി ബനാന ഷേക്ക് റെഡി. ഇതിനകത്ത് ഐസ് ക്യൂബ് ഇട്ടില്ല. നിങ്ങൾക്ക് ഐസ് ക്യൂബ് ഇടണമെങ്കിൽ ഇടാം, കാരണം ഞാൻ ഐസ് ക്യൂബ് ഇടാതെ എനിക്ക് അത്രയും തണുപ്പ് വേണ്ട. ഇവിടെ അത്രയും വലിയ ചൂടൊന്നും ഇല്ല, അത് കാരണം ഞാൻ ഐസ് ക്യൂബ് ഇടുന്നില്ല. പക്ഷേ നല്ല തണുപ്പുള്ള പാലാണ് ചേർത്തിരിക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നല്ല സ്വീറ്റിയാണ്. പിന്നെ ഡേറ്റ്സും പിന്നെ കാഷ്യൂ നട്ട്സും എല്ലാം കൂടെ ചേർത്തിരിക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണേ. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.